കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അവസാനം വരെ ഇരുന്ന് കേൾക്കണം. ഇന്നത്തെ കഥ ഉലൂഖലബന്ധനം. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണന് എത്ര വയസ്സ് പ്രായമായി? 4 വയസ്സ് പ്രായമായി. യശോദാറാണി തൈര് കലക്കുകയാണ്. ആ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ ഓടി വന്നിട്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് മുല കുടിക്കുവാൻ തുടങ്ങി. തൈര് കലക്കിക്കൊണ്ടിരുന്ന അമ്മയുടെ മടിയിൽ കയറിയിരുന്നിട്ടാണ് മുല കുടിക്കാൻ തുടങ്ങിയത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് യശോദാറാണി തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് എങ്കിലും കുട്ടി വന്ന് മടിയിൽ കയറിയിരുന്ന് മുല കുടിച്ചുകൊണ്ടിരുന്നതിനാൽ മനസ്സ് മകനിൽ തന്നെ ലയിച്ചുപോയി. കുട്ടി മുല കുടിക്കുകയാണ്. പക്ഷേ എത്ര കുടിച്ചിട്ടും കൃഷ്ണന് തൃപ്തി വരുന്നില്ല. ആ സമയത്ത് അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന പാല് പതഞ്ഞു പൊങ്ങി കലം കവിഞ്ഞ് താഴെ വീഴുന്നത് കണ്ടപ്പോൾ യശോദാറാണി കുഞ്ഞിനെ മടിയിൽ നിന്ന് ബലമായി പിടിച്ച് താഴെ ഇറക്കിയിട്ട് പാൽക്കലം ഇറക്കി വെക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. മുല കുടിച്ച് മതിയായിട്ടില്ല കൃഷ്ണന്. ആ സമയത്താണ് അമ്മ ബലമായിട്ട് മടിയിൽ നിന്നും ഇറക്കി താഴെ വെച്ചത്. അതോടുകൂടി കൃഷ്ണന് ദേഷ്യം വരികയാണ്. അങ്ങനെ കണ്ണന് ദേഷ്യം വന്നിട്ട് കണ്ണൻ എന്തു ചെയ്തു എന്നറിയാമോ? അമ്മിക്കുഴവിയെടുത്ത് നിറച്ചു വെച്ചിരുന്ന തൈര് കുടത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് താഴത്തോട്ടിട്ടിട്ട് ആ തൈരു കലം മുഴുവനും ഉടച്ചു കളഞ്ഞു. അങ്ങനെ തൈര് മുഴുവനും മുറിയിൽ വീണിട്ട് തറയിൽ വീണിട്ട് 4 വശവും അങ്ങ് പരന്ന് കിടക്കുകയാണ്. അതിനുശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിട്ട് മുറ്റത്ത് പോയിരുന്നിട്ട് അവിടെ കിടന്ന ഒരു ഉരലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഈ തൈര് തട്ടി താഴെ ഇട്ടപ്പോൾ കടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ യശോദാറാണി. അപ്പോൾ ആ കലത്തിനകത്ത് ധാരാളം വെണ്ണ ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞു വന്നിരുന്നു. തൈര് മുഴുവനും തട്ടിക്കളഞ്ഞപ്പോൾ ഈ വെണ്ണയും ഇങ്ങനെ തറയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ വെണ്ണയും കുറച്ചെടുത്തുകൊണ്ടാണ് വന്നത്. എന്നിട്ട് ആ വെണ്ണ എന്തു ചെയ്തു? ആ ഉരലിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അവിടെ വന്നു നിന്ന പൂച്ചകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. യശോദ പാൽപാത്രം താഴെ ഇറക്കി വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, താൻ കടഞ്ഞുകൊണ്ടിരുന്ന ആ തൈര് കലം മുഴുവനും പൊട്ടിച്ചിട്ട് തൈര് മുഴുവനും താഴെ പരന്നു കിടക്കുന്നതാണ് കണ്ടത്. പോരെ യശോദാറാണിക്ക് ദേഷ്യം വരാൻ? ദേവിക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ദേഷ്യത്തോടുകൂടി യശോദാറാണി മുറ്റത്തോട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഉരലിൻ്റെ പുറത്ത് കയറിയിരുന്ന് ശരീരവും കൈയും മുഖവുമൊക്കെ തൈരും വെണ്ണയുമൊക്കെ ആയിട്ടിരിക്കുന്ന കൃഷ്ണനെയാണ്. എന്നിട്ട് പൂച്ചകളെ ഈ വെണ്ണ കൊടുത്ത് കളിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. യശോദയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഉരലിൻ്റെ മുകളിലിരുന്ന ഉണ്ണികൃഷ്ണനെ 2 കൈകളും കൂട്ടി പിടിച്ചു വലിച്ച് താഴത്തോട്ടിറക്കിയിട്ട് ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞിട്ട് ഒരു കയറെടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് കണ്ണനെ ആ ഉരലിനോട് ചേർത്ത് ബന്ധിക്കുവാനായിട്ട് ഒരുങ്ങുന്നു.
ഒരു കയറെടുത്തോണ്ട് വന്നു. ആ കയറ് കൊണ്ട് കെട്ടാനായിട്ട്, ഉരലെ ചേർത്ത് കണ്ണനെ കെട്ടാനായിട്ട് നോക്കിയിട്ട് അതിന് വലിപ്പം തോന്നിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കയറെടുത്തുകൊണ്ട് വന്നു, അതും കൂടി കൂട്ടിക്കെട്ടുന്നു. അപ്പോഴും നീളം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം ഈ കയറെടുത്തോണ്ട് വന്ന് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ യശോദാറാണി ആ ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും കെട്ടാനായിട്ട് ശ്രമിച്ചു. അമ്മയുടെ ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണന് അമ്മയോട് ദയ തോന്നുകയും പെട്ടെന്ന് തന്നെ കയറിൻ്റെ നീളം ശരിയാവുകയും ചെയ്തു. ഉടൻ തന്നെ യശോദ തൻ്റെ പുത്രൻ്റെ ഉദരത്തിൽ കയറു ചുറ്റി ഉരലിനോട് ചേർത്ത് ബന്ധിക്കുന്നു. നിന്റെ അധിക പ്രസംഗത്തിന് ഇതു തന്നെയാണ് ശിക്ഷ. കുറേ നേരം അവിടെ കിടക്കുമ്പോൾ നീ മര്യാദ പഠിക്കും എന്ന് ശാസനാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് യശോദാറാണി ആ നിലമൊക്കെ തൂത്തു തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും തൈര് കടയാനായിട്ട് ഇരിക്കുന്നു. അവിടെ കിടക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന ഗോപസ്ത്രീകളെല്ലാം ചിരിച്ച് ചിരിച്ച് കൃഷ്ണനെ കളിയാക്കുകയും ചെയ്തു. കൃഷ്ണനോട് ആർക്കും വാത്സല്യമില്ലാഞ്ഞിട്ടല്ല, എങ്കിലും കുസൃതിക്കുട്ടനായ അവനെ ഇങ്ങനെ കെട്ടിയിട്ടത് എല്ലാവർക്കും ഒരു കൗതുകമായി തോന്നുകയും ചെയ്തു. ഉരലും ഉണ്ണിയും മാത്രമായി. ചെന്താമര നയനങ്ങൾ തിരിച്ച് അങ്ങുമിങ്ങും നോക്കി ആരുമില്ല എന്നറിഞ്ഞിട്ട് ഉണ്ണി ആ ഉലൂഖലവും, അതായത് ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മുമ്പോട്ട് നടക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് കുറച്ചു കാലം കൂടി ഒന്ന് പുറകോട്ട് സഞ്ചരിക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അഷ്ടദിക്പാലകനും ധനത്തിൻ്റെ ദേവനുമായ കുബേരനുമായ വൈശ്രവണൻ്റെ പുത്രന്മാരാണ് നളകുബേരനും മണിഗ്രീവനും. തങ്ങൾ കുബേരൻ്റെ പുത്രന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, സുന്ദരന്മാരാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്, ആരാലും പൂജിക്കപ്പെടുന്നവരാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി. അങ്ങനെയാണല്ലോ, സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ അറിയുന്നില്ല, ഒരു പക്ഷേ തങ്ങളുടെ പുത്രന്മാർ ഇതുപോലുള്ള അഹങ്കാരികളായി തീരുമെന്ന് ഒരു പക്ഷേ പലരും അറിയുന്നുണ്ടാകില്ല. പല ധനവാന്മാരുടെയും മക്കൾ ഇങ്ങനെ തന്നെയാണ് ഇന്നും. അങ്ങനെ അഹങ്കാരത്തോടുകൂടി അവർ ഒരിക്കൽ മദ്യപാനമൊക്കെ ചെയ്ത് മതോന്മത്തരായി കുറേ സുന്ദരിമാരായ ദേവസ്ത്രീകളും ഒരുമിച്ച് പരിപാവനമായ മന്ദാകിനിയായ ഗംഗയുടെ തീരത്ത് ഭഗവാൻ പരമേശ്വരൻ പള്ളികൊള്ളുന്ന കൈലാസ പുണ്യ ശൈലത്തിനടുത്ത് ഒരു രമണീയമായ വനസ്ഥലികയിൽ വന്ന് പല വിധത്തിലുള്ള രതിലീലകളാടി രമിച്ച് ആനന്ദിച്ച് വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ചിട്ട് പൂർണ്ണനഗ്നരായി അവർ ഈ ദേവസ്ത്രീകളും ഒരുമിച്ച്, അതും ഗംഗാനദിയിൽ പരമേശ്വരൻ്റെ കൈലാസത്തിനടുത്ത് അവർ മതിച്ചാടുകയാണ്. അങ്ങനെ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ആ സമയം നാരദമുനി കാണുകയാണ്. നാരദൻ കൈലാസത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഗംഗയിലിറങ്ങി കയ്യും കാലും മുഖവുമൊക്കെ കഴുകാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഗംഗാനദിയുടെ തീരത്തേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നാരദന് വലിയ ദേഷ്യമാണ് തോന്നിയത്. ഗംഗയിൽ ഒരു കാരണവശാലും നഗ്നരായി ഇറങ്ങാൻ പാടുള്ളതല്ല. അങ്ങനെയിരിക്കെ ഇപ്രകാരം രതിലീലകൾ കൂടി ആടുന്നത് മഹാപാപം. നാരദന് വലിയ ദേഷ്യമാണ് തോന്നിയത്. നാരദൻ ഇവരെ ശപിക്കുന്നു. എന്താണ് ശപിച്ചത്? നഗ്നരായി
പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നതു തന്നെ പാപം. അതിലും വിശേഷിച്ച് നഗ്നരായി ഗംഗയിൽ രതിക്രീഡയാടി വിഹരിക്കുന്നത് അതിലേറെ പാപം. മദ്യലഹരിയിൽ മനുഷ്യത്വവും ധർമ്മവും ബോധവുമെല്ലാം മറന്ന് പെരുമാറിയ നിങ്ങൾ ബുദ്ധിയും ബോധവും ചേതനയുമില്ലാത്ത മരങ്ങളായി തീരട്ടെ എന്ന് ശപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശാപം കേട്ട് എല്ലാവരും ഭയന്നു. കാമകേളി നടത്തിക്കൊണ്ടിരുന്ന ആ സുന്ദരികൾ നാരദനെ കണ്ട് ഭയപ്പെട്ട് കരയ്ക്കു കയറി പല വഴിക്ക് ഓടിപ്പോവുകയും ചെയ്തു. മുനിശാപം ഏറ്റതോടുകൂടി കുബേരപുത്രന്മാർക്ക് ബുദ്ധി തെളിഞ്ഞു, ബോധം വന്നു. അവർ കരയ്ക്കു കയറുന്നു. വസ്ത്രമെല്ലാം ഉടുത്തിട്ട് തൊഴുകൈയോടുകൂടി വന്ന് നാരദൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ശാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നു. നാരദൻ അവർക്ക് ശാപമോചനം കൊടുക്കുന്നു. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിനോടടുത്ത് ഭഗവാൻ വൈകുണ്ഠപതി വസുദേവൻ്റെ പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന നാമധേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപവനിതയുടെ വളർത്തുപുത്രനായി വളരും. അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് നിങ്ങൾക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്യും. അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുതുമരങ്ങളായി നിലകൊള്ളുക എന്ന് നാരദര് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ശാപം കിട്ടിയ ആ യക്ഷന്മാർ മരുതുമരമായിട്ട് അമ്പാടിയിൽ വളരുവാൻ തുടങ്ങി. അനവധി കാലം കൊണ്ട് അവ രണ്ടും വലിയ പെരുമരങ്ങളായി രൂപം പ്രാപിച്ചു. രണ്ട് വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത്. നന്ദഗോപരും യശോദയുമൊക്കെ അവിടെ താമസിക്കാൻ വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആ മരങ്ങൾ അവിടെ വളരുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന ഉണ്ണികൃഷ്ണൻ ആ മരുതുമരങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കുന്നു. ഇന്നവർക്ക് ശാപമോചനം നൽകേണ്ടുന്ന അവസരം വന്നിരിക്കുന്നു എന്ന് സർവേശ്വരൻ തിരുവുള്ളത്തിൽ നനയ്ക്കുകയാണ്. എന്നിട്ട് മന്ദം മന്ദം മരതകവർണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരുതുമരങ്ങളുടെ ഇടയിലൂടി അപ്പുറത്തേക്ക് ഞെരുങ്ങി കടക്കുകയാണ്. കണ്ണൻ ഞെരുങ്ങി ഈ രണ്ട് മരങ്ങളുടെയും ഇടയിലൂടെ അപ്പുറത്തേക്ക് പോയി. പക്ഷേ ഉരലിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തു വന്നു നിന്ന് കണ്ണൻ എന്തു ചെയ്തു? കയറിൽ പിടിച്ച് ഉരലിനെ തൻ്റെ അടുത്തേക്ക് വരുത്തുന്നതിനായിട്ട് ബലം പ്രയോഗിച്ച് വലിക്കുന്നു. അങ്ങനെ ഈ ഉരല്, അതായത് ഉലൂഖലം തടഞ്ഞുണ്ടായ ആ ഊർജത്താൽ ആ അർജുന മരങ്ങൾ രണ്ടും വേരുകൾ പറഞ്ഞ് വലിയ ശബ്ദത്തോടുകൂടി ഇരുഭാഗങ്ങളിലേക്കും നിലം പതിക്കുകയാണ്. ഈ മറിഞ്ഞു വീണ മരങ്ങളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വൈശ്രവണൻ്റെ, അതായത് കുബേരൻ്റെ പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനും പ്രത്യക്ഷപ്പെടുകയാണ്. ഗോപാലബാലവേഷം ധരിച്ച കൃഷ്ണനെ അവർ നമസ്കരിക്കുന്നു. ഉണ്ണിക്കിടാവിനെ പ്രദക്ഷിണം ചെയ്ത് അവർ നമസ്കരിച്ചു. സാക്ഷാൽ വൈകുണ്ഠപതിയുടെ ആ സ്വരൂപം, ആ തിരുസ്വരൂപം ഒരു കൊച്ചു കുഞ്ഞിൽ വസിക്കുന്നത് അവർ കാണുകയാണ്. പിന്നീട് രക്ഷിക്കണമേ, അടിയങ്ങൾക്ക് ശാപമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ തൃപ്പാദങ്ങളിൽ ദണ്ഡനമസ്കാരം അവർ ചെയ്യുന്നു.
അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ നളകുബേരനെയും മണിഗ്രീവനെയും ഒരു ചെറുപുഞ്ചിരിയാൽ അനുഗ്രഹിച്ച് യാത്ര അയക്കുന്നു. അപ്പോഴേക്കും വലിയ ശബ്ദം കേട്ടിട്ട് നന്ദഗോപരും യശോദയുമെല്ലാം പേടിച്ച് ഓടി അവിടേക്ക് വരികയാണ്. അമ്പാടിയിലെ സകലമാന ജനങ്ങളുമുണ്ട്. എല്ലാവരും പരിഭ്രമിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അമ്പരചുംബികളായ ആ ഭീമാകാരമായ 2 മരുതുമരങ്ങൾ രണ്ടും മറിഞ്ഞു വീണു കിടക്കുന്ന ആ മരങ്ങളുടെ തൊട്ടടുത്തു തന്നെ കണ്ണുനീർ വാർത്തുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയും എല്ലാവരും കാണുന്നു. എല്ലാവരും ഭയപ്പെട്ടു. ഏതെങ്കിലും അസുരന്മാർ ഒപ്പിച്ച പണിയായിരിക്കുമോ? ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുകയാണ്. കാറ്റുകൊണ്ട് മറിഞ്ഞതായിരിക്കുമോ? അത്ര വലിയ കാറ്റൊന്നും ഇപ്പോൾ ഇവിടെ വീശി അടിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ അവർ പരസ്പരം പറയുകയാണ്. അപ്പോൾ ആ മരങ്ങളുടെ അടുക്കൽ നിന്ന് കളിച്ചു കൊണ്ടിരുന്ന കുറച്ചു കുട്ടികൾ ഇവരോടെല്ലാവരോടുമായി പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല, ഈ കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിലൂടെ നടന്നു. ഉരല് മരങ്ങളിൽ തട്ടിത്തടഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തും ഉരല് ഇപ്പുറത്തുമായി. കൃഷ്ണൻ ബലമായി വലിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ സമയം ആ കൂറ്റൻ മരങ്ങൾ രണ്ടും ചടപടാന്ന് മറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. ആ സമയം ആ മരങ്ങളുടെ ചോട്ടിൽ നിന്ന് സുന്ദരന്മാരായ 2 ദിവ്യന്മാർ വന്നിട്ട് കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തു തൊഴുത് എന്തൊക്കെയോ പറഞ്ഞു. കൃഷ്ണനും അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ അവരെ യാത്രയാക്കി പറഞ്ഞയക്കുകയും ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ്, ഇതാണ് ഇവിടെ നടന്നത് എന്ന് ഈ കുട്ടികൾ ഈ നന്ദഗോപരോടും മറ്റുള്ളവരോടും പറയുകയാണ്. കേവലം 4 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണനെക്കുറിച്ച് ഈ കുട്ടികൾ പറഞ്ഞ കഥ ആരും വിശ്വസിച്ചില്ല. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആകാശം മുട്ടി നിൽക്കുന്ന പെരുമരങ്ങളെ മറിച്ചിടുമോ? അവനെ തൊഴുതു വന്ദിക്കാൻ 2 ദിവ്യന്മാർ വന്നുപോലും. എന്തൊക്കെയാണ് ഈ കുട്ടികൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് ആളുകൾ പുച്ഛിച്ചു. ആ സമയം കോപത്തോടുകൂടി നന്ദഗോപര് തൻ്റെ പ്രിയതമയെ ഒന്ന് നോക്കി. എന്നിട്ട് ഗൗരവത്തിൽ ശാസിക്കുകയാണ്, ദുഷ്ടേ, സ്വന്തം കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടുമോ? ആരെങ്കിലും ചെയ്യുമോ? ലോകത്തിൽ ഏതെങ്കിലും ഒരു തള്ള ഇങ്ങനെ ചെയ്യുമോ? ആ മരത്തിൻ്റെ ഇടയിൽ കിടന്ന് എൻ്റെ കുഞ്ഞ് ചത്തുപോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടി? പാപി, ഇതിനു ശിക്ഷയായി ഉരലിൻ്റെ ഇണയായ ഉലക്ക കൊണ്ട് നിന്റെ നടുവിന് തന്നെ തല്ലണം. ഇങ്ങനെയൊക്കെ ദേഷ്യത്തോടു കൂടി പാവം നന്ദഗോപര് പറയുകയാണ്. പേടിച്ചു അദ്ദേഹം. തൻ്റെ കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിട്ട യശോദയോടുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ പല വിധത്തിൽ ശകാരിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി ആ പിതാവ് ഓടിച്ചെന്ന് തൻ്റെ പൊന്നോമന പുത്രനെ ഉരലിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ പൂമേനിയിൽ പറ്റിയിരുന്ന ചേറും പൊടിയുമൊക്കെ തുടച്ചു കളയുന്നു. കയ്യിലെടുത്ത് മാറോട് ചേർത്ത് ചുംബിച്ച് തൻ്റെ പീഠത്തിൽ വന്ന് ഇരിക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർത്ത് പുണരുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് നന്ദഗോപര്. പക്ഷേ അപ്പോഴും മുഖം ഗൗരവത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു കരച്ചിൽ ആരുടേതാണ്? യശോദയുടെ. എൻ്റെ കുഞ്ഞിന് വല്ല ആപത്തും സംഭവിച്ചിരുന്നുവെങ്കിൽ അയ്യോ, അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നിങ്ങനെ പുലമ്പുകയും നെഞ്ചു തടവുകയും ചെയ്തുകൊണ്ട് യശോദ റാണി തൻ്റെ കുഞ്ഞിനെ വാങ്ങുവാനായി
നന്ദഗോപരുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ആ കൈകൾ ഇങ്ങനെ നീട്ടുന്നു. വേണ്ട, നിന്റെ ലാളനയും പുന്നാരമൊന്നും ഇനി വേണ്ട. കുഞ്ഞിനെ കൊല്ലാൻ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്നു. നിനക്ക് ആ കാളുന്തിയിൽ കൊണ്ടുചെന്ന് കെട്ടി താഴ്ത്താമായിരുന്നില്ലേ? ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വീണ്ടും നന്ദഗോപര് പറയുന്നു. യശോദ കണ്ണുനീർ വാർത്തുകൊണ്ട് അനുനയന വാക്കുകളൊക്കെ പറഞ്ഞ് ഒരു വിധം നന്ദഗോപരെ ഒന്ന് തണുപ്പിച്ചിട്ട് കണ്ണനെ കയ്യിൽ വാങ്ങുന്നു. തല മുതൽ പാദം വരെ 100 വട്ടം ചുംബിച്ചു മടിയിലിരുത്തി കുഞ്ഞിന് അമ്മ മുല നൽകുന്നു. അതിനുശേഷം അവൾ മകനെ രാമച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് ദേഹത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളും പൂശി പട്ടുകോണകവും ഉടുപ്പിച്ച് കനകാഭരണങ്ങളും അണിയിച്ച് പാലും വെണ്ണയും ചേർത്ത അന്നവും നൽകി കിടക്കയിൽ കിടത്തി ഉറക്കുന്നു. താൻ ചെയ്തത് സാഹസമായി പോയി എന്നോർത്ത് പശ്ചാത്താപത്തോടുകൂടി അവൾ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് കുറേ നേരം ആരും കാണാതെ കരയുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ആ അമ്മയുടെ സങ്കടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ കുറച്ചു നേരം തൻ്റെ പൊന്നോമന കണ്ണൻ്റെ അടുക്കൽ കിടന്ന് ആ അമ്മ ആരും കാണാതെ കരഞ്ഞതിനു ശേഷം യശോദാറാണി പുറത്തേക്ക് വന്നപ്പോൾ ഗോകുലത്തിലെ മിക്ക സ്ത്രീ പുരുഷന്മാരും അവിടെ നിൽക്കുന്നുണ്ട്. ഈ അത്യാഹിതം കേട്ടറിഞ്ഞ് അവർ അവിടെ വന്നതാണ്. അവരെ കണ്ടപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി ഒന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് യശോദാറാണി പറയുകയാണ്, ഉണ്ണി കാണിക്കുന്ന കുസൃതികളും വേണ്ടാധീനങ്ങളും എല്ലാം കണ്ടിട്ട് ഞാനൊന്നും വഴക്കു പറയുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെ പരാതി. ആ പരാതി തീർക്കാമെന്ന് ഞാൻ വെച്ചപ്പോൾ അതിപ്പോൾ വീണ്ടും മറ്റൊരു പരാതിക്ക് കാരണമായി. ഇങ്ങനെ യശോദാറാണി താൻ ചെയ്ത പ്രവൃത്തിയെ ഒന്ന് ന്യായീകരിക്കാനായിട്ട് നോക്കുന്നു. അതായത് സ്ഥിരം പരാതിയാണ്. എല്ലാവരും വന്നിട്ട് യശോദാറാണി വഴക്ക് പറയുന്നില്ല, കണ്ണൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അതിൻ്റെ പേരിൽ ഒന്ന് ശിക്ഷിച്ചതാണ്, അത് ദേ ഇങ്ങനെ ആയിപ്പോയി, വീണ്ടും വലിയ പരാതിക്ക് കാരണമായി എന്നൊക്കെ പറഞ്ഞ് യശോദ സ്വയം ഒന്ന് ന്യായീകരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ആര് നിൽക്കുന്നുണ്ട്? നന്ദഗോപര് നിൽക്കുന്നുണ്ട്. ഉടനെ നന്ദഗോപര് പറയുകയാണ്, ഇതിനേക്കാൾ നല്ല ശിക്ഷ ആ ഉലക്ക കൊണ്ട് തലക്കിട്ടൊരടി കൊടുക്കുന്നതായിരുന്നു. അതോടുകൂടി അവനെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടിയേനെ. യശോദയുടെ ന്യായീകരണവും നന്ദഗോപരുടെ ഇപ്രകാരമുള്ള പറച്ചിലും എല്ലാം കൂടി കേട്ടപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ആളുകളെല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്തോ ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും നാട്ടിലുണ്ട്. അതാണ് അടിക്കടി ഇങ്ങനെയുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് യശോദാറാണി പറയുകയും ചെയ്തു. അതിനുശേഷം അത് കേട്ടതും മറ്റുള്ളവരെല്ലാവരും അത് സമ്മതിച്ചു. കാരണം ഉണ്ണി ഉണ്ടായതിനു ശേഷം എപ്പോഴും ഇങ്ങനെയുള്ള ആപത്തുകൾ ഉണ്ണിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. പലർക്കും അങ്ങനെയുള്ള സംശയം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു എങ്കിലും അവരാരും പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യശോദ ഇപ്പോൾ തുറന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അത് സമ്മതിക്കുകയും അങ്ങനെ എന്തോ ഒരു ആപത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പരസ്പരം പറയുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഉലൂഖല ബന്ധനം ഭാഗവതത്തിലെ. ഭഗവാന് ദാമോദരൻ എന്ന് പേര് കിട്ടിയത് അതുകൊണ്ടാണ്. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് സർവേശ്വരന് ദാമോദരൻ എന്ന് പേര് കിട്ടിയത്. എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? ദാമം കൊണ്ട് ഉദരത്തിൽ കെട്ടിയവൻ. ദാമം എന്താണ്? കയറ്. കയറുകൊണ്ട് ഉദരത്തിൽ കെട്ടി. അങ്ങനെയുള്ളവൻ ആരാണോ അവനാണ് ദാമോദരൻ. ഇവിടെ ദാമോദരൻ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ദാമോദരൻ. ഈ പ്രപഞ്ചം മുഴുവനും
ഈരേഴ് 14 ലോകങ്ങളും തന്നിൽ തന്നെ കുടികൊള്ളുന്ന വൈകുണ്ഠവാസിയായ ഭഗവാൻ തൻ്റെ അമ്മയ്ക്കു മുമ്പിൽ, വളർത്തമ്മയ്ക്കു മുമ്പിൽ നിന്നു കൊടുക്കുകയാണ് ബന്ധിക്കപ്പെടുവാൻ. അമ്മയ്ക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നു, എന്നെ കെട്ടിയിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ലോകം മുഴുവൻ തന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠപതി ഒരു കൊച്ചു ബാലനായി തന്നെ കെട്ടിയിടാൻ യശോദാറാണിക്ക് അനുവാദം കൊടുക്കുന്നു. അത്ര ദയാലുവാണ് ഉണ്ണികൃഷ്ണൻ എന്നോർക്കുക. യശോദാറാണിയെ അത്രത്തോളം ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. നിന്നു കൊടുക്കുകയാണ്, കെട്ടിയിട്ടോളൂ അമ്മേ എന്നെ. ഭഗവാന്റെ ആ അപാരമായ കാരുണ്യം, തന്നെ സ്നേഹിക്കുന്നവരെ അതിൻ്റെ 10 മടങ്ങായി സർവേശ്വരൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭക്തരുടെ സ്നേഹം മാത്രമാണ് ഭഗവാൻ ആവശ്യം, വേറൊന്നും ഭഗവാന് വേണ്ട. നിങ്ങളെല്ലാവരും ഭഗവാനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു കൊള്ളുക. നിങ്ങൾ 5% സ്നേഹിച്ചാൽ 100% ഭഗവാൻ നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശുദ്ധമായ സ്നേഹമായിരിക്കണം. സ്നേഹം മാത്രം മതി ഭഗവാന്, വേറൊന്നും വേണ്ട. അക്കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചുകൊള്ളുക. വീണ്ടും വീണ്ടും കഥകൾ കേൾക്കുക. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കണം, ഭഗവാനെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.